പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി, നിങ്ങളുടെയൊക്കെ മന്ത്രി അപ്പൂപ്പൻ വി ശിവൻകുട്ടി മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. പുതിയ അധ്യയന വർഷം കുട്ടികളോട് എന്താണ് പറയാൻ? പുതിയ അധ്യയന വർഷത്തിൽ അവരുടെ പരിമിതികൾ, പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പഠനം നടത്തുക. കലാരംഗത്തായിരുന്നാലും കായിക രംഗത്തായിരുന്നാലും അക്കാഡമി രംഗത്തായിരുന്നാലും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തി ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കികളായി വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തുക. തുടക്കത്തിൽ പാഠഭാഗങ്ങളല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. തുടക്കത്തിൽ ആദ്യത്തെ 2 ആഴ്ചക്കാലം നിങ്ങളെ പഠിപ്പിക്കുന്നത് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തോട് നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നന്നായി തന്നെ അത് അറിയാൻ സാധ്യത കുറവാണ്. ഉദാഹരണം, ഇപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് റൂൾസ്, സഹപാഠികളോടുള്ള പെരുമാറ്റം, രക്ഷകർത്താക്കളോടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള ഒരു 10ഓളം വരുന്ന വിഷയങ്ങൾ. സമ്പത്ത് എങ്ങനെ ശേഖരിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അങ്ങനെ 10ഓളം വരുന്ന വിഷയങ്ങൾ ഞങ്ങൾ സ്കൂൾ ലെവലിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസം 1 മണിക്കൂർ നിന്നില്ല അവരിത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു റിവിഷൻ, കഴിഞ്ഞ വർഷത്തെ ഒരു റിവിഷൻ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യും. ഇതൊരു പുതിയ അനുഭവമാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ വേറെ ഒരിടത്തും ഇത് ഇങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ കുട്ടികൾ നമ്മൾ നോക്കിയാൽ, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കറിയില്ല. അതിൻ്റെ ഫലമായിട്ടെന്താ, അവർ പലരും ഈ ലഹരി അതേപോലുള്ള ദുഷിച്ച കാര്യങ്ങളിലെത്തിക്ക് ചെന്ന് അകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പുതിയ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളോടൊരാശംസ. എന്തായാലും നിങ്ങളെല്ലാം പുതിയ ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികളാണ്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത്. നല്ല മിടുക്കന്മാരായി പഠിക്കുവാനും മിടുക്കന്മാരായി കളിക്കുവാനും ഏറ്റവും മാതൃകാ വിദ്യാർത്ഥിയാണെന്ന് അധ്യാപകർ പറയുവാനും നാട്ടുകാർ പറയാനും പറ്റുന്ന നിലയിലുള്ള പെരുമാറ്റവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു നല്ല അധ്യയന വർഷമായിരിക്കട്ടെ നിങ്ങൾക്ക് ഈ വർഷം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമ്മോട് സംസാരിച്ചത്. പുതിയ ക്ലാസ്സുകളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും മാതൃഭൂമി ന്യൂസിൻ്റെ ആശംസകൾ. രതീഷ് വെൺപകലിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.